അപ്പം നമ്മുടെ ചോറ് തിളച്ചു. വെള്ളം ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ. വെന്തിട്ടില്ല. ചൂടുണ്ട്. കരുത്തുണി എടുത്തിട്ടില്ല. ഓള് കരുത്തുണി എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ഇന്നത്തെ കറി. പിന്നെ ബീറ്റ്റൂട്ട് ഉപ്പേരിയാണ്. ഇതാ സാമ്പാർ ഓള് പറഞ്ഞതുപോലെ നമ്മൾ സാമ്പാറിന് വറുത്തിട്ടുണ്ട്. കുറച്ച് മതി. ഇവിടെ കോഴിയും കുമ്പളങ്ങയും മീൻചാറുമാണ് സ്പെഷ്യൽ. അതുകൊണ്ട് സാമ്പാറിന് കുറച്ച് മതി. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ കറിയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ എന്തൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ കാണിച്ചു തരാം. ഓളിപ്പോൾ അത് പോയിരിക്കണം. ഓള് വരട്ടെ, അതായത് ബാക്കി വിശേഷങ്ങൾ പറയാം. തേങ്ങയൊക്കെ നമ്മൾ ചിരകി വെച്ചു കേട്ടോ ഇന്നലെ തന്നെ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തായാലും എന്താ സാമ്പാറിനുള്ളതായിട്ടുണ്ട്. ഉണ്ണി ഇതൊന്ന് ഓഫാക്കടാ. അയ്യോ, ഒന്ന് ഓഫാക്കുവനെ അമ്മേ. ഓ, ചോറും കറിയൊക്കെ ആയി. ഇത് ഇനി മീൻ നേരാക്കണം. മീൻ കൂട്ടാൻ വെക്കാൻ. ചോറും കൂട്ടാനൊക്കെ ആയി. എന്താ മീൻ ഇന്ന് മത്തി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം വറുക്കാനുള്ളതും ചാറ് വെക്കാനുള്ളത് ആദ്യം റെഡിയാക്കുക. അല്ല, ചാറ് വെക്കാനുള്ളത് ആദ്യം റെഡിയാക്കുക പറയാ. എന്തിടുമ്പോൾ അങ്ങനെ നമ്മുടെ കടയിലെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് കോഴിയും കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ കോഴിയും കുമ്പളങ്ങയ്ക്കുള്ള എല്ലാ അരപ്പും കാര്യങ്ങളൊക്കെ വെച്ച് മസാലകളൊക്കെ വെച്ചിട്ട് ഞാനിത് അടുപ്പത്താണ് വെക്കുന്നത്. പിന്നെ ഇത് മീൻചാറാണ്. മീൻചാറ് തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും ഗ്യാസ് എന്തോ ചെറിയ ടപ്പ് എന്നൊരു സൗണ്ടൊക്കെ കേൾക്കണ്ടായിരുന്നു. പിന്നെ ഞാനത് അവിടെ ഓഫാക്കിയിട്ട് അത് മാറ്റി. പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഉണ്ണിയപ്പം അതിൻ്റെ ഒപ്പം ഞാൻ ചുടുന്നുണ്ട്. ഹായ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നല്ല സാമ്പാറും ബീറ്റ്റൂട്ട് ഉപ്പേരിയും ഒരു ഓംപ്ലേറ്റും അപ്പം മാത്രമൊന്നും എനിക്ക് കിട്ടിയോ. ഇതാട്ടോ. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കണം. എല്ലാവരും കഴിച്ചു എന്ന് വിചാരിക്കണം. സമയം 2:30-2:45 ആയി. അപ്പോൾ ഞാനിതവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കടയിൽ പോയി ഊണൊക്കെ കഴിഞ്ഞു. ഇനി പാത്രമൊക്കെ എടുത്തിട്ട് കഴുകാൻ കൊണ്ട് വയ്ക്കണം. പാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ കടയിൽ നിൽക്കും, പാത്തു ഇവിടുത്തെ കാര്യങ്ങൾ നോക്കും. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ട്, കുറച്ച് വെയിലുണ്ട് അവിടെ. വെയിലൊക്കെ ഒന്ന് പോയിട്ട് വേണം കഴുകാനായിട്ട്. എന്താണ്? കഴിഞ്ഞു. അത് നമ്മുടെ അവിടുത്തെ ചേച്ചിമാരാണേ. അവർ പണി കഴിഞ്ഞാൽ ചോദിച്ചാണ്. പാത്തോ എന്താ ചെയ്യണേ?